ഒറ്റ വണ്ടി ഇവിടുന്ന് അനങ്ങൂല. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോവില്ല. വണ്ടി എങ്ങാനും മുന്നോട്ടെടുത്താൽ ഇവിടെ കത്തിക്കും. അങ്ങനെ ഒരു വരുത്തൽ ഇവിടെ വന്ന ആളാകണ്ട. അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്. അനക്കാൻ അവിടെ കുത്തി കയറും. അവനിവിടെ ആളാകണ്ട. അടിയടാ അവനെ. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം പറയാൻ നീ ആരാടാ? കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്. പണിയെടുക്കുന്ന ഞങ്ങളാടാ. ചുണയുണ്ടെ തടയാൻ വന്നോണ്ടല്ലോ നിന്റെ കൂടെ വീല് കയറ്റി ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ? വലിയ ആഫീസ് കളിക്കാൻ വന്നിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിന്നെ ഞാൻ കണ്ടോളാം. പുല്ലേ നീ എവിടെ പോന്നു? ഞാൻ പുറത്തുണ്ടാവും. ചിരിക്കണ്ട എന്ന് പറഞ്ഞ ആ മുതലാളിയെ തല്ലാൻ പോയപ്പോല്ലേ ഞാൻ അതിൽ ഇടപെട്ടെ. ഗോവിന്ദേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പൻ ഒറ്റയ്ക്കില്ലെന്നോ അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നെന്നും എനിക്കറിയാം. അങ്ങനെ പറയൂ. അപ്പോ അറിഞ്ഞോണ്ട് തന്നെ ഇടപെട്ടത്. നോക്ക് എന്തിനീ, ഈ മാലയാണ് സത്യം. അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കും. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. തോർത്തു നുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്. വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുഅമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്. ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം. അത് തന്നെ. അവനിരുന്ന് പാടുന്നു. ആരാണ്ട് വരുന്നുണ്ട്. ഞാൻ ഒരു 20 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ വായി ഗുളിക വാങ്ങിച്ചിരുന്നു. 20 രൂപയ്ക്കോ? അല്ലാതെ പിന്നെ മേലുനൊമ്പരം മാറണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലുനൊമ്പരം മാറ്റി വണ്ടി അവസാനം ഭയങ്കര ഉണ്ടോ. അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും, 2 എണ്ണം. മുതലാളി ഞാനിടെ ചാടി വീണില്ലായിരുന്നെങ്കിലേ എല്ലാരും കൂടി ഇടിച്ചാലുള്ള ഷേപ്പ് മാറ്റിയാല്. അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോകാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும். பச்சை கேட்டா ஒண்ணு விடாம மனசுதாகும். அறியோ? இப்ப அறிஞ்சு. ஏய் இவட நோக்கு, நான் நாடோடி மாதிரியான ஊர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போவேன். பச்சை நீங்களாம் இங்கே ஜீவிக்கிறவங்க. எனக்காக உங்க ஆட்கள் எல்லாம் ஏன் விரோதியாக்கிக்கிறீங்க? എനിക്ക് വിരോധികളെ ഉള്ളൂ. അടിച്ചും അടി കൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല. അന്യനാട്, പരിചയമില്ലാത്ത ആൾക്കാര്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? நான் உனக்கு கவசம் மாட்டலான்னு நினைச்சேன். பட் அதே கவசத்தை எனக்கு மாட்டி என்ன ஜாக்கிரதையா இருக்கணும்னு പറയുന്നു. സാബാഷ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ ഓഹോ. പഞ്ചത്തെ മണിയടിച്ച് നിന്നാ ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം. ബാങ്കുകാരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല, ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയ ബാങ്കിലടയ്ക്കാമെന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും ചോദിച്ചിട്ടല്ല. തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട. പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് അവിടെ. അവളുടെ മനസ്സ് നീ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ.
സാർ പാല്. പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. அதுக்கு முன்னால இந்த பாலம் இல்ல, ஆத்துல வெறும் தோணி சர்வீஸ் தான் இருந்துச்சு. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകിൽ പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട. ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തില് അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. அவன் ஆம்பளப்பா, எப்படி அடக்கிடுவான்? അതെ അതെ, ഒരുമ്പിട്ട് ഇറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നാട് വിട്ടുപോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞാൽ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാണ് നാട്ടുകാരുടെ കരണക്കുറ്റിക്ക് തീർക്കുന്നത്. അല്ലാതെ മുതലാളിയോടുള്ള കൂറൊന്നുമല്ല. ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക്. ഗോവിന്ദോട്ടി എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. അത് വെറുതെ പോണം തന്നെ ഉള്ളില്. അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇനി പുതിയ ഉപ്പായം എടുത്തിട്ടെ? വേണമെന്ന് തോന്നിയാ പോവും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പോഴേ പോകണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ. അപ്പുക്കുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം. പുത്തമ്പരക്കലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല. ഞാനാ അവന്റെ പേര് കൊടുത്തത്. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി, ഇവിടെ കൂട്ടിക്കുഴയ്ക്കണ്ട.
ഒരു പാണ്ഡ്യ എന്റെ തന്ത എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ നേരിട്ട് വന്ന് വിളിയടാ. വിളിയടാ. വേണ്ട ഏട്ടാ, പോവാൻ പാ. ഞാനാ ഇവന്റെ അച്ഛൻ. എന്തിനാടോ കണ്ട പാണ്ഡ്യയുടെ വിഴുപ്പ് ചുമക്കുന്നത്? ഓ പാണ്ടി, யாரது? ஏய், கோயந்த குட்டியா, இந்த ராத்திரில தனியா இங்க என்ன பண்ணிட்டு இருக்க? என்னது கையில கத்தி? யார கொலை பண்ண போற? ഇനി ഇതിന്റെ പേരില് അവരോട് പകരം വീട്ടാനൊന്നും നിൽക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. രണ്ടു കൂട്ടരുടെ നടുക്കുന്ന നന്ദിനി ചേച്ചിയാ തിങ്ങുന്നേ, അത് ഓർത്താ പോരെ. ഉണ്ണി, നീ ആദ്യം കത്തി വാങ്ങി പുഴയിലേറി. കയ്യിലിരിക്കുമ്പോ എന്തൊക്കെയാ തോന്നാന്ന് ആർക്കറിയാം? ഇതൊരാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാ, എന്റെ തന്തയ്ക്ക്. ഉണ്ണി, ചേച്ചി വെറുതെ ഇരിക്കേ. കലി കൊണ്ട നായര് രണ്ടു കാലം നടന്നാ തണുക്കും. എനിക്കറിഞ്ഞൂടെ? ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നല്ല എങ്ങനെയാ? ഇപ്പൊ തന്നെ 1 മണിക്കൂർ ലേറ്റായി. എനിക്ക് പോണം. നിന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് വേദനിക്കില്ല, ഇല്ലെങ്കിൽ പിന്നെ പറിച്ചു മാറ്റാൻ നമുക്ക് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് പറയാൻ എത്ര നേരം മുഖം വെറുപ്പിച്ചിരുന്ന്? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് പറയുന്നതാ നന്ദിനി. പിന്നെ ഞാൻ ആലോചിക്കണ്ട. വെറുതെ ഒരു ഇളക്കം തോന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും അറിയ സന്തോഷത്തോടെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. നിവർത്തിയില്ലെങ്കിൽ വന്നൊന്ന് വിളിച്ചാ മതി, ഞാൻ ഇറങ്ങി വരും. വന്നാൽ ചിലപ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിധവയായിട്ട് കഴിയേണ്ടി വരും. അതിന് സങ്കല്പശത്രു മുന്നിൽ അവതരിച്ചിട്ട് വേണ്ടേ? വരും വരും, എൻ്റെ അമ്മയുടെ തപസ് പാഴാവില്ല. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഗോവിന്ദൂട്ടേട്ടനെ തൊടണേ. എന്തിനാ മനസ്സിലെപ്പോഴും ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ കൊണ്ട് നടക്കണേ? എനിക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റണില്ല. പറ്റും. മനസ്സ് പോലെ തന്നെയാ ഗോവിന്ദൂട്ടേട്ടന്റെ കയ്യും. ഒരു ബലവും ഇല്ല.